സുഹൈൽ, നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇനി നമുക്ക് അറിയാനുള്ളത് ഈ യുദ്ധത്തിന്റെ ദിശ എങ്ങോട്ടാണ്, ഈ ആക്രമണം, ഈ ഏകപക്ഷീയമായ ആക്രമണം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറാൻ പോവുകയാണോ എന്ന കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും ഒട്ടും ആശാവഹമായ കാര്യങ്ങളല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന വിവരങ്ങളും അങ്ങനെയല്ല. ഇറാന് സ്വന്തം രാജ്യത്തെ, പരമാധികാര രാജ്യത്തെ സംരക്ഷിക്കാനും പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രത്യാക്രമണം നടത്താനുമുള്ള അവകാശമുണ്ട് എന്ന് നേരത്തെ ഇറാനിൽ നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. അതിന്റെ ഭാഗമായി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാന്റെ മിസൈലുകൾ കുതിക്കുന്നത്. മിസൈൽ ശക്തിയുടെ കാര്യത്തിൽ ഇറാന് വലിയൊരു മേൽക്കൈ തന്നെയുണ്ട്. 2000 കിലോമീറ്റർ ദൂരപരിധിയിൽ സഞ്ചരിക്കാൻ, കൃത്യമായ ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശമുള്ള ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ എല്ലാ നഗരങ്ങളെയും ലക്ഷ്യമിട്ട് മിസൈൽ അയക്കാൻ ഉള്ള പ്രാപ്തി ഇറാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ പഴയ സ്റ്റോക്കിലുള്ള ആയുധങ്ങളാണ് എന്ന പ്രതികരണം ഇതിനോടകം തന്നെ ഇറാനിൽ നിന്ന് വന്നു കഴിഞ്ഞു. അതായത് കൂടുതൽ ശക്തമായ ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്, അത് പ്രയോഗിക്കാൻ ഞങ്ങളെ പ്രകോപിപ്പിക്കരുത് എന്ന ഒരു സന്ദേശം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ അടിയന്തര യോഗത്തിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാകാൻ പോകുന്നത്? ലോകരാഷ്ട്രങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കുക മാത്രമാണോ ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത്? ഒരു പ്രാദേശിക സംഘർഷം എന്നതിനപ്പുറത്തേക്ക് ഗൾഫ് മേഖലയെ ഒന്നാകെ കുഴപ്പത്തിലാക്കുന്ന ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്ക നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. ഇറാന് സഹായം നൽകുന്ന, ആയുധ പിന്തുണ നൽകുന്ന ചൈനയും റഷ്യയും ഉള്ളപ്പോൾ മറ്റു രാഷ്ട്രങ്ങൾ, അമേരിക്ക, ഇസ്രായേൽ ഭാഗങ്ങളിൽ ചേരി തിരിഞ്ഞുകൊണ്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് എത്തിക്കുമോ എന്നതാണ് ലോകത്തെ സംബന്ധിച്ച് ആകാംക്ഷയും ആശങ്കയും നിറയ്ക്കുന്ന സംഭവമായി നമ്മുടെ മുന്നിലുള്ളത്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും വിവരങ്ങളും അനുസരിച്ച് ഇസ്രായേലും അമേരിക്കയും തുടർന്ന് അങ്ങോട്ട് ഈ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു വളരെ ചെറിയ ഹ്രസ്വമായ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രഭാഷണത്തിൽ പറഞ്ഞത്. ഈ ആക്രമണം, ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികരണങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അയത്തുള്ള അലി ഖംനയുടെ കാര്യത്തിൽ, ഖംനയെ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നു. പല അഭ്യൂഹങ്ങളും ഈ കാര്യങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഖംനയുടെ മൃതശരീരം കാണിച്ചുകൊണ്ടുള്ള ചിത്രം ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിക്കാട്ടി എന്ന് ചാനൽ 12 നേരത്തെ റിപ്പോർട്ട് ചെയ്തതായി വിവരങ്ങൾ വരുന്നു. ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ അയത്തുള്ള അലി ഖംനയെ കൊല്ലപ്പെട്ടു എന്നും മൃതദേഹം പുറത്തെടുത്തു എന്നും അവകാശവാദം ഉന്നയിക്കുന്നത് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും അയത്തുള്ള അലി ഖംനയെ കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ പരത്തുന്നത്, വ്യാജ വാർത്ത പരത്തുന്നത് ഇസ്രായേലി ജനതയുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.